ഇതാണ് 14 വർഷം മുമ്പേ ഉള്ള ഞാനും സനുവും. ഞങ്ങളുടെ കോലം ഇതായിരുന്നു. ഇപ്പം ഞങ്ങൾ എങ്ങനെയാണെന്ന് കാണണ്ടേ? ഇതേണ്ട് ഇപ്പോഴത്തെ കോലത്തിൻ്റെ കാരണം ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മക്കളായി എന്നുള്ളതാണ്. ഞങ്ങൾ 2012 ഇന്ദ്രപ്രസ്ഥ അപ്പോളോയിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നത് കേട്ടോ. രണ്ടുപേരും 2 ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നെങ്കിലും ഞങ്ങളുടെ റൂം ഞങ്ങൾ ഷെയർ ചെയ്തിരുന്ന. അപ്പം അറിയാമല്ലോ, റൂംമേറ്റ്സ് ആയിരിക്കുമ്പോഴുള്ള ഞങ്ങളുടെ അന്തർധാര വളരെ സജീവമായിരുന്നു. അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും സൗദിയിലോട്ട് മൂവായി. 2 സ്ഥലത്തായിരുന്നു. അപ്പോഴും ഞങ്ങളുടെ അന്തർധാര സജീവമായിരുന്നു. അപ്പം ദിവസങ്ങളോളമുള്ള വിളിയോ എപ്പോഴുള്ള കണ്ടുമുട്ടലോ അങ്ങനെയൊന്നുമില്ല. വല്ലപ്പോഴും വിളിച്ചാലായി, വിളിച്ചില്ലെങ്കിലായി. ഇനി വിളിച്ചില്ലെങ്കിലും പരാതിയില്ല. ഞാൻ ആദ്യം വിളിക്കണം, നീ ആദ്യം വിളിക്കണം, അങ്ങനെയുള്ള യാതൊരുവിധ ഈഗോസും ഞങ്ങൾ അടക്കില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും UK മൂവായി. ഇവളാണ് ആദ്യം വന്നത്, അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു. അപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു. അങ്ങനെ ഞാൻ കേംബ്രിഡ്ജിൽ നിന്ന് ഓക്സ്ഫോർഡ് വഴി ബാത്തിലോട്ട് പോകുമ്പോഴാണ്, ദൈവമേ ഈ പിശാശിൻ്റെ വീട് ഈ പരിസരത്താണ്, ഞാനിവിടെ കയറിയില്ല, എൻ്റെ ഈ യൂട്യൂബ് വീഡിയോകൾ കണ്ടാൽ എന്നെ ചിത്രവധം ചെയ്യും എന്നുള്ളതിൻ്റെ 110% ഉറപ്പുണ്ടായത് കൊണ്ടും ആ ഇമോഷണൽ ഡാമേജ് കാണാനുള്ളൊരു ശക്തി എനിക്കില്ലാത്തത് കൊണ്ടും ആ ബാഗേജ് എനിക്ക് ചുമക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു, എടിയേ നീ എവിടെയാ? അപ്പം 37 ഗ്രീൻ വേ, ഓടി വന്നോളൂ എന്നുള്ളതായിരുന്നു മറുപടി. ഈ പുല്ലേടി ഇപ്പോഴെങ്കിലും വരണ്ട, എനിക്ക് നൈറ്റാന്ന് പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ സമ്മതിച്ചില്ല. അവിടെ ചെന്നു ഭക്ഷണമൊക്കെ കഴിച്ചു. അവളെ ശല്യം ചെയ്തു. അവിടുത്തെ കുറേ സാധനം തിന്നു മുടിച്ചു ഞാനിങ്ങ് പോരുന്നു. അപ്പം പറഞ്ഞു വന്നത് എന്തുവെന്ന് ചോദിച്ചാൽ, ചില സൗഹൃദങ്ങളുണ്ട് കേട്ടോ, അതിന് അതിർവരമ്പുകളോ ബോർഡർ ലൈനോ അങ്ങനെയുള്ള കണ്ടീഷൻസോ ഒന്നും വെച്ചിട്ടില്ല. നോ കണ്ടീഷൻസ് അപ്ലൈഡ്. എപ്പോൾ വേണമെങ്കിലും പോകാം, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും വരാം. അങ്ങനെയുള്ള ഒരുപിടി സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതിൽ ഞാൻ ഭാഗ്യവതിയാണ്. എന്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് അവൾ എപ്പോഴാണ് എഴുന്നേറ്റ്, എപ്പോഴാണ് ഉറങ്ങി, എപ്പോഴാണ് കുളിച്ചതെന്ന് വെച്ചാൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ ഈയിടയ്ക്ക് അവളുടെ ജീവിതത്തിൽ ഏറ്റവും നടന്ന മനോഹരമായ സംഭവം എന്തുവാണെന്നോ അല്ലെങ്കിൽ മോശപ്പെട്ട സംഭവം എന്തുവാണെന്നോ വെച്ചാൽ എനിക്ക് നല്ല ധാരണയുണ്ട്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ അവൾ പറയുന്ന ആളുകളിൽ ഒരാൾ ഞാനാണ്. അപ്പം അതിലെനിക്ക് അഭിമാനമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതിൽ വിരലെണ്ണാവുന്ന സുഹൃത്തുക്കൾ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. ബായ്.